സ്ത്രീകളല്ലേ. അപ്പം 5 സ്ത്രീകൾ എന്നെ പറ്റി നല്ലതാണ് പറഞ്ഞത്, വേറെ ഒന്നുമല്ല, സാധാരണ സ്ത്രീകളാണ് പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ വഴി നടന്നിങ്ങനെ ചോദിക്കുക, ബസ്സിലൊക്കെ ചോദിക്കുവാണ്. അപ്പം ഞാൻ അത്ര വലിയ രേണുസുതിയെ പറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കാം, ഞാൻ ആരാ, രേണുസുതി ആരാ? അതായത് ക്രൗൺ ഏരിയയിൽ നിന്ന് എവിടെയാണോ ആ ഏരിയയിൽ മുഴുവനും ഡാൻഡ്രഫ്, മറ്റുള്ള സ്കാൽപ്പ് ഇഷ്യൂസ്, സ്കാൽപ്പ് പ്രശ്നങ്ങൾ ഞാൻ പല വീഡിയോസിലും കാണിക്കുന്നുണ്ട്. ഈ വെഫ്റ്റ് എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞവർ ഞങ്ങളുടെ ഇവിടെ വന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുക്കുന്ന വീഡിയോ അവർ ചെയ്യരുത് ഇങ്ങനെ പറയാൻ പറ്റും. പക്ഷെ എന്നോട് ഒരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ ആരാണ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ തന്നെ ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു രേണുസുതി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഇതല്ല. എന്താ പറയുക, ഹെയർ വാഷ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട്, ചിലപ്പം എന്താ പറയുക, നമുക്ക് ഒരു ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ വെയിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പേൻ ശല്യം കാരണം ഒരാൾ ബിഗ് ബോസ് ക്വിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ലൈവില് രേണുസുതി ലൈവിൽ പൊട്ടിക്കരഞ്ഞ് ബിഗ് ബോസിനോട് പറയുവാണ്, ദയവ് ചെയ്ത് എന്നെ ഒന്ന് പുറത്ത് വേണം, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എന്നെ അപമാനിച്ചു, എന്നെ നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവിൽ ഭയങ്കര സീനായിരുന്നു. വേറൊന്നുമല്ല, അനുമോള് പബ്ലിക്കിൽ എല്ലാവരെയും മുമ്പിൽ വെച്ചിട്ട് രേണുസുതിയുടെ തലയിൽ പേനുണ്ട്, പേൻ പുഴുത്ത് കിടക്കുവാണെന്നും വൃത്തിയില്ല, കുളിയും നനയില്ലെന്ന് പറഞ്ഞെന്നും പറഞ്ഞാണ് രേണുസുതി ലൈവിൽ ബിഗ് ബോസിനോട് ക്യാമറയിൽ നോക്കിയിട്ട് പറഞ്ഞത്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് വേണം, എനിക്കിനി ഇവിടെ നിൽക്കണ്ട, എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ലോകം മൊത്തവും കണ്ടു കഴിഞ്ഞു, ഇനി എനിക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവർ ഇപ്പോൾ അനുമോളെ വിളിച്ചിട്ട് പറയുന്നത്, നിനക്ക് എൻ്റെ അടുത്ത് എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞുകൂടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞാലും ഇത് ക്യാമറയിൽ കൂടെ 100-150 ക്യാമറ ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഓൾറെഡി ഇതിന് മുമ്പ് തന്നെ വൃത്തിയില്ല എന്നും പറഞ്ഞ് പേൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, എല്ലാവർക്കും അറിയാവുന്ന കേസുമാണ്. പോരാത്തതിന് പുറത്തെ കാര്യം രേണുസുതിക്ക് ഇപ്പോൾ അറിയത്തുമില്ല. ഈ മുടി എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്ത ആള് റോമ എന്ന് പറഞ്ഞാൽ അവരും ഇതിനെ പറ്റിയിട്ട് രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണുസുതിയുടെ തലയിൽ മൊത്തം പേനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇപ്പം രേണുവിന് പുറത്തു നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പം പുറത്ത് ആൾക്കാർക്ക് എല്ലാം നല്ലതുപോലെ അറിയാം, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നെല്ലാം അറിയാം. രേണുസുതി കുളിക്കാതെയും നനയ്ക്കാതെയും വൃത്തിയില്ലാത്തതിൻ്റെയും പേരിലാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ലൈവിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് എന്നെ വിടണം, എന്നെ അപമാനിച്ചു എന്നിപ്പോൾ നമ്മളിപ്പം എല്ലാവരും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം ബിഗ് ബോസിനെയും കുറ്റം പറഞ്ഞ് തെറി വിളിച്ചിട്ടും ഇറങ്ങാനുള്ള പരിപാടിയെല്ലാം ഉണ്ടെന്ന് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ രേണുസുതി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ പേൻ വിഷയം വലിയ ചർച്ചയാവും. അപ്പോൾ രേണുസുതി ഒന്നടങ്കം പറയും, ബിഗ് ബോസിനെ കുറ്റം പറയും, ബിഗ് ബോസിനെ എടുത്തിട്ട് അലക്കും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട്. അത് ബിഗ് ബോസ് ഷോ അങ്ങനെയായിരുന്നു, അവിടെ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്നങ്ങും മെഴുകും. ഇനിയിപ്പോൾ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും ലൈവിൽ വന്നിട്ട് അനുമോൾ അപമാനിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ബിഗ് ബോസ് ഷോയിൽ നിൽക്കേണ്ട, എന്നെ ഇറക്കി വിട്ടോ, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് കരച്ചിലും പിഴിച്ചിലുമായിരുന്നു രേണുസുതി. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഇവർ രഹസ്യമായിട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ പോലും അവിടെ എല്ലാ ഏരിയയിലും ബാത്റൂം ഒഴിച്ച് ബാക്കി എല്ലാ ഏരിയയിലും ക്യാമറയുണ്ട്, നമ്മളെല്ലാവരും കാണും. പിന്നെ ബാത്റൂമിൽ ഇവർ രണ്ടുപേരും കൂടെ കയറാനും പറ്റത്തില്ല, ബാത്റൂമിൽ കയറി രഹസ്യം പറയാനാണെങ്കിൽ അതും നടക്കത്തില്ല. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് ഇവർക്ക് മുടി എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്താൽ, ഇപ്പോൾ ലൈവിൽ എല്ലാ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു, ഇതെല്ലാം ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം വിഷ്വൽ വയ്ക്കുന്നില്ല, വിഷ്വൽ വയ്ക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉള്ളതുകൊണ്ടാണ്. ഇപ്പം ഈ വിഷ്വൽ ബിഗ് ബോസിൻ്റെ വിഷ്വൽ വെച്ചിട്ടുള്ള മിക്കുള്ള ചാനലുകളും ഇപ്പം പൂട്ടിപ്പോകുന്നുണ്ട്. കുറേ യൂട്യൂബേഴ്സ് ഈ വിഷ്വൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ ചാനൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കാരണം വെച്ചാലും ഈ വിഷ്വൽ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് നിങ്ങൾ വെക്കാൻ പാടില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും വിഷ്വൽ വയ്ക്കല് ചാനൽ പോവും. കാരണം ഇപ്പം അടുത്ത എനിക്കൊരു അറിയാവുന്നൊരു ചാനലിൽ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലാണ്, പുള്ളിക്കാരനൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ ഇത്രയും നാളും സ്ട്രൈക്ക് കിട്ടത്തില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഞാനൊരു വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് വിഷ്വൽ വയ്ക്കാത്തത്. അപ്പോൾ എന്തായാലും ഈ രേണുസുതിക്ക് മുടി വെച്ച് കൊടുത്തപ്പോൾ രേണുസുതി ആയ ബിഗ് ബോസിനോട് പറയുന്നത്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞാൻ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം മുടി എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് കുളിക്കാത്തതെന്നൊക്കെ, തല കഴുകാൻ പറ്റാത്തതെന്നൊക്കെ രേണുസുതി പറയുന്നുണ്ട്. അപ്പം ആദ്യത്തെ വിഷയം നടന്നപ്പം തന്നെ ഈ മുടി വെച്ച് കൊടുത്ത റോമ ടീമിനെ കുറ്റം പറഞ്ഞപ്പോൾ തന്നെ അവർ രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തല ചൊറിയുന്നത് രേണുസുതി കുളിക്കാത്തയും നനയ്ക്കാത്തയും ഇരുന്നിട്ട് പേൻ പൊടുത്തോണ്ട് മാത്രമാണ് തല ചൊറിയുന്നത്, അല്ലാതെ വിഗ്ഗളായി പോകുന്നതുകൊണ്ടല്ലെന്ന് പറഞ്ഞിട്ട് ഇത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഇവർ ഇതിനെ പറ്റിയിട്ട് ഈ എക്സ്റ്റൻഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവർ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകുക. ഡബ്ല്യു ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എക്സ്റ്റൻഷനിൽ ഹെയർ എക്സ്റ്റൻഷനായിട്ട് ലേറ്റസ്റ്റ് ഹെയർ എക്സ്റ്റൻഷനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ പ്രത്യേകത, ഇവൻ വിഗ് യൂസ് ചെയ്യുന്ന ഒരു ഹെയറിൽ പോലും, അതായത് ഷോർട്ട് ഹെയറിൽ, തീരെ തിൻ ഷോർട്ട് ഹെയറിൽ പോലും നമുക്ക് ഈ എക്സ്റ്റൻഷൻ ചെയ്യാമെന്നുള്ളതാണ്.
അത് ചെയ്യാം, നമുക്കിപ്പോൾ വിഗ് വയ്ക്കാം, മറ്റുള്ള എക്സ്റ്റൻഷൻ എല്ലാം ചെയ്യാം. പക്ഷേ അതിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് നമുക്ക് കിടക്കുമ്പോൾ ബുദ്ധിമുട്ട്, എന്താ പറയുക, ഹെയർ വാഷ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട്, ചിലപ്പം എന്താ പറയുക, നമുക്ക് ഒരു ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ വെയിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ എക്സ്റ്റൻഷൻ വെച്ചവർ, പക്ഷെ മുടി കുറവാണെന്നുള്ള കാരണം കൊണ്ട് ഈ എക്സ്റ്റൻഷൻ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് പലരും ക്യാരി ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് വെഫ്റ്റ് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ. വെഫ്റ്റ് എക്സ്റ്റൻഷനാണ് ഏറ്റവും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു എക്സ്റ്റൻഷനാണ് വെഫ്റ്റ് എക്സ്റ്റൻഷൻ. വെഫ്റ്റ് എക്സ്റ്റൻഷൻ വെച്ചാൽ എല്ലാവരുടെയും മുടി ഒരു അതായത് ക്രൗൺ ഏരിയയിൽ നിന്ന് എവിടെയാണോ ആ ഏരിയയിൽ മുഴുവനും ഡാൻഡ്രഫ്, മറ്റുള്ള സ്കാൽപ്പ് ഇഷ്യൂസ്, സ്കാൽപ്പ് പ്രശ്നങ്ങൾ ഞാൻ പല വീഡിയോസിലും കാണിക്കുന്നുണ്ട്. ഈ വെഫ്റ്റ് എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞവർ ഞങ്ങളുടെ ഇവിടെ വന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുക്കുന്ന വീഡിയോസിൽ പലതിലും നിങ്ങൾ കാണുന്നുണ്ട് ആ സ്കാൽപ്പ് എങ്ങനെയാണ്, അവരുടെ ഹെയർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹിച്ച് പലരും പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരി എക്സ്റ്റൻഷൻ എന്നാൽ വെക്കുകയും വേണം. മുടി കൂടുതൽ വെക്കുന്ന കുറേ ക്വസ്റ്റ്യൻസിനാണ് ഞാൻ റിപ്ലൈ ചെയ്യുന്നത്. ഹെയർ വാഷ് ചെയ്യാൻ പറ്റുമോ, ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുമോ, നമുക്ക് വെയിറ്റ് ഉണ്ടാവുമോ, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ക്രൗൺ ഏരിയ, അതായത് ഇവിടെയൊക്കെ തിന്നായിട്ടുള്ള ഹെയർ ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ, അതൊരു എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം ഇതിൽ. അതായത് സ്പെഷ്യലി നമുക്ക് ക്രൗൺ ഏരിയയിലേക്ക് നമുക്ക് തിക്നെസ് വേണം, വളരെ ഷോർട്ട് ഹെയർ ആണ്, സ്കാൽപ്പ് വിസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ കണ്ടല്ലോ, ഈ രേണുസുതിക്ക് മുടി എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ള റോമ ടീമാണ് ഇപ്പം ആ ലേഡിയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് അവർ പറഞ്ഞത്. ഇത് എക്സ്റ്റൻഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല വൃത്തിയും വേണം, മെനയും വേണം, അതുപോലെ ഇത് വാഷ് ചെയ്യാൻ പറ്റുന്ന മുടിയാണ്. ഇപ്പം ഇവർ തന്നെ വെച്ചേക്കുന്നത്, അവർ തന്നെ വെച്ചിട്ടുള്ളത്, അവർ തന്നെ ചെയ്തിട്ടുള്ളത് ആ എക്സ്റ്റൻഷനാണ്. അപ്പം വേറെ പ്രൊമോഷനൊന്നും അവർ ചെയ്തിട്ടില്ല. അവരെ സ്വന്തം തലയിൽ അവർ വെച്ചിട്ട് തന്നെയാണ് ഇത് പ്രൊമോഷൻ ചെയ്യുന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇത് വെച്ചിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യണം, ഇത് വെച്ചിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവരുടെയും സംശയങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇവർ രേണുസുതിക്ക് ഈ എയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ നല്ലോണം കെയർ ചെയ്യണം, കുളിക്കണം, നനയ്ക്കണം, നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കണമെന്ന് ഇവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രേണുസുതിയുടെ ഇപ്പോൾ എന്തായാലും ഈ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് രേണുസുതിയുടെ തലയിൽ പെയിൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പെയിൻ റിമൂവ് ചെയ്തിട്ടേ ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യത്തുള്ളൂ. പെയിനുള്ള തലയിൽ ഒരു കാരണവശാലും ഇത് ചെയ്യത്തില്ല. അത് വേറെ കാര്യം. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് റിമൂവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇവർ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവർ ഓൾറെഡി ചെയ്തതാണ്. ഇപ്പം ബിഗ് ബോസിനകത്ത് ഇപ്പോൾ രേണുസുതി പറഞ്ഞിരിക്കുന്നത് എന്നെ അങ്ങ് പുറത്തിറക്കി വിട്ട് കഴിഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാമെന്നാണ് പറയുന്നത്. ഓൾറെഡി ഇവരെ തലയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. ഇനി ഇതിൽ കൂടുതൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും? ഒരു മുടി കെയർ ചെയ്യാൻ പോലുള്ളൊരു സാമാന്യ ബോധം പോലും ഇവർ കാണിക്കുന്നില്ല. അവിടെ ബിഗ് ബോസ് ഇത്രയും ദിവസമായി ബിഗ് ബോസിൽ ചെന്നിട്ട് ഇതുവരെ ഒന്ന് കുളിക്കുകയോ നനയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. അത്രയും കണ്ടസ്റ്റൻസ് അവിടെ കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ മാത്രമേ ഉള്ളൂ അവിടെ കുളിക്കാത്തത്. ഒന്നാലോചിച്ച് നോക്കിയേ. ഇത്രയും ലൈവ്, ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ആ മുടി എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്ത ആൾക്കാരെ കുറ്റം പറയുവാണ്. സ്വന്തമായിട്ട് മുടി കെയർ ചെയ്യാതെ മുടിയിലിരുന്ന് പേൻ പുഴുത്ത് ആ മുടി ചൊറിഞ്ഞ് അവിടെ എല്ലാം ഇടുന്ന അനുമോള് അതാണ് പറഞ്ഞത്. അവിടെ എല്ലാം പെയിൻ ഇരിക്കുന്ന കണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാത്രമല്ല ഈ പേനുള്ള തലയിൽ നിന്ന് മറ്റുള്ള ആൾക്കാരിലോട്ടും ഇത് പടരും. അങ്ങനൊരു ഇതുണ്ട് ഇതിന്. മറ്റുള്ളവരിലേക്ക് ഇത് പടർന്നിട്ട് അവർക്കൂടെ അസുഖം ഉണ്ടാവും. പിന്നെ അവരും കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നടക്കേണ്ടി വരും. അല്ല, ഇനി ഇവർക്ക് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് ബിഗ് ബോസിനോട് സംസാരിക്കുമോ? ബിഗ് ബോസ് ഇപ്പം സാധാരണ നമ്മൾ ഈ ബിഗ് ബോസ് ഷോയിൽ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വയ്യാതെ ക്വിറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. ബിഗ് ബോസ് എനിക്കിവിടെ വയ്യ, മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ, അതൊക്കെ കാരണം ബിഗ് ബോസിനോട് ചോദിക്കും ഞാൻ ഷോ ക്വിറ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. ആദ്യമായിട്ടാണ് പേമ്പുഴുപ്പ് കാരണം ക്വിറ്റ് ചെയ്യുന്നൊരു കണ്ടസ്റ്റൻസിനെ കാണുന്നത്. എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർക്ക് എന്തെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനോട് പറയും എനിക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, പെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അതിന് എന്തെങ്കിലും ഒരു വഴി ഒരുക്കി തരാൻ പറഞ്ഞാൽ ഉറപ്പായിട്ട് ചെയ്തു കൊടുക്കുമല്ലോ. ഇത്രയും വലിയ പൈസ മുടക്കി നടത്തുന്ന ഒരു ഷോയിൽ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സജ്ജീകരണം ഇല്ലെങ്കിൽ എന്തായാലും ഉണ്ട്, അതിന് ഉറപ്പായിട്ടുണ്ട്. നമ്മൾ കാണുന്നതന്നെ പല കണ്ടസ്റ്റൻസിനും അവിടെ മെഡിസിനും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്നതെല്ലാം നമ്മൾ കാണുന്നത്. അതുപോലെ മത്സരത്തിൻ്റെ ഇടയ്ക്ക്, ടാസ്കിൻ്റെ ഇടയ്ക്കും ഗെയിമിൻ്റെ ഇടയ്ക്കൊക്കെ പരിക്ക് പറ്റുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ മെഡിക്കൽ റൂമിൽ കയറ്റി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതെല്ലാം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനും ട്രീറ്റ്മെൻറ്റ് കിട്ടിയേനെ. അതിന് പോലും അവർ വകവെച്ചില്ല. നേരെ മറിച്ച് അവർ പറഞ്ഞെന്താണ്, 2 ആഴ്ചയ്ക്ക് സമയം തന്നു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കയറി വരാമെന്നാണ് പറഞ്ഞത്. എന്നാലോചിച്ച് നോക്കിയേ. പിന്നെ എന്തായാലും ഈ രേണുസുതി അവിടെ ചെന്നിട്ട് ഇവിടുത്തെ സംഭവ വികാസങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ഇൻ്റർവ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ 1-2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ നോക്കാം.
ഇപ്പൊ ഭർത്താവിന്റെ തലക്കടിച്ച് കൊണ്ട് കാമുകന്റെ കൂടെ പോയ പെണ്ണുങ്ങൾക്ക് പോലും ഇതല്ല ഇതിനപ്പുറം കേട്ടിട്ടില്ല. അതിലും മേലെയാണ് ഞാനെന്ന ഒരു വ്യക്തി ഒരു തെറ്റും ചെയ്യുന്നില്ല. സമൂഹത്തിന് നിരക്കാത്ത ഒരു തെറ്റും ഞാൻ ചെയ്യാതെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് ഇത്രയും പറയാനോ കേൾക്കാനോ ഒരു ഇതും എനിക്കില്ല. പക്ഷേ ഇതെല്ലാം ഈ ഒരു മക്കളെ കൊന്ന സ്ത്രീകൾക്ക് പോലും ഇങ്ങനെ അല്ലേ, മക്കളെ കൊന്ന സ്ത്രീകൾക്കോ ഭർത്താവിനെ കൊന്ന ഇത് ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പ് കൊടുത്തൊരു ഇന്റർവ്യൂ ആണ്, തൊട്ട് മുമ്പ് കൊടുത്തൊരു ഇന്റർവ്യൂ ആണ്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ സമൂഹത്തിന് നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതെല്ലാം നമ്മളപ്പം ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊക്കെ മണ്ടന്മാരാണോ? പബ്ലിക്കിൽ വന്നിട്ട് കള്ളം പറയുക, അതുപോലെ സുധിയുടെ പേരും പറഞ്ഞിട്ട് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടിയത്. അപ്പം ജനങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് ജനങ്ങൾ മനഃപൂർവ്വം നിങ്ങളെങ്ങ് ക്രൂശിക്കുവാന്നോ? അപ്പം ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ട് ഇവർ ഇതെന്താണ് ഇത് മനസ്സിലാക്കാത്തത്? വീട് വെച്ച് കൊടുത്ത അച്ഛനെ തെറി വിളിച്ചു, അച്ഛനെ അപമാനിച്ചു. അതുപോലെ വീട് വയ്ക്കാൻ വസ്തു കൊടുത്ത അച്ഛനെ, അതുപോലെ വീട് വെച്ച് കൊടുത്ത KHDC ടീമിനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അപമാനിച്ചു. അതുപോലെ ഇപ്പം ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത റോമ, അതിപ്പോൾ ഇവർ ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ എന്താണെന്ന് മനസ്സിലായിക്കോളും. റോമൻ ടീമിനെ അപമാനിച്ചു. അങ്ങനെ എത്ര പേര്, പൈസ കൊടുത്ത ആൾക്കാർ എത്ര പേരുണ്ട്. അപ്പം ഇവരെ എല്ലാം അപമാനിച്ചിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഇങ്ങനെ അങ്ങ് ക്രൂശിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ഈ പബ്ലിക്കിൽ വന്നിരുന്നത് എങ്ങനെ ഇതൊക്കെ പറയാൻ സാധിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കി. നന്ദി എന്ന് പറയുന്ന ഒരു സാധനം അടുത്തൂടെ പോയിട്ടില്ല. സ്ത്രീകളാണ് പറഞ്ഞത്. ഇങ്ങനെ വഴി നടന്ന സ്ത്രീകളോടാണ് ചോദിക്കുന്നത് രേണു സുധിയെ പറ്റി അഭിപ്രായം. അപ്പം ഞാൻ എണ്ണുവാണ്, ചുമ്മാ ജസ്റ്റ് കാണിത് രസമല്ലേ. അപ്പം 5 സ്ത്രീകൾ എന്നെ പറ്റി നല്ലതാണ് പറഞ്ഞത്, വേറെ ഒന്നുമല്ല, സാധാരണ സ്ത്രീകളാണ് പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ വഴി നടന്നിങ്ങനെ ചോദിക്കുക, ബസ്സിലൊക്കെ ചോദിക്കുവാണ്. അപ്പം ഞാൻ അത്ര വലിയ രേണു സുധിയെ പറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഞാൻ ആരാ? രേണു സുധി ആരാ? അപ്പം എന്നോട് നിനക്ക് നിന്റെ വില അറിയത്തില്ല. എന്നോട് ഓരോരുത്തർ പറഞ്ഞു. ഞാൻ എന്ത് വില എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോ, എന്തുവാ സംഭവം. അപ്പം 5 പേര് പറഞ്ഞത് ഒരേപോലുള്ള ആ കുട്ടി ജീവിക്കട്ടെ, അതിൻ്റെ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞു. അതിനിപ്പോൾ വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റുമോ? അത് വേറെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല, അനാശാസ്തിയോ ഒന്നും ചെയ്യണില്ലല്ലോ. അത് അഭിനയിച്ച് പോവല്ലേ. അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ കുഞ്ഞുങ്ങളെ രണ്ടിനെ ഇട്ടിട്ട് പോയോ? അതിന് വേണമെങ്കിൽ ആ 1 വർഷം കഴിയുമ്പോൾ വേണ്ട, അടുത്ത കെട്ടിപ്പോകാമല്ലോ, ഇതിന്നെല്ലാം കെട്ടിപ്പോകാമല്ലോ. ആ കുഞ്ഞുങ്ങളെ ഇപ്പോഴും നോക്കുന്നുണ്ട്. അതെന്ത് തെറ്റാണ് സമൂഹത്തോട് ചെയ്യുന്നത്? ആരോട് എന്താ അത് ചെയ്യുന്നത്? അത് വെറുതെ മര്യാദയ്ക്ക് എന്ത് തെറ്റാണ് സമൂഹത്തോട് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇത്രയും കാട്ടിക്കൂട്ടിയിട്ട് പോലും ഒന്നും മനസ്സിലാവുന്നില്ല. ഇന്റർവ്യൂവിൽ വന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ നല്ലോണം നോക്കുന്ന കാര്യമാണ് പറയുന്നത്. അച്ഛനും മോളും കൂടെ പറഞ്ഞെന്താണ്, ഈ കുഞ്ഞുങ്ങളെ ആര് നോക്കും? ഈ 5-6 വയസ്സുള്ള ഇറുതപ്പനെ ആര് നോക്കും? ആരെങ്കിലും നോക്കാനുണ്ടെങ്കിൽ വാ എന്നാണ് വെല്ലുവിളിച്ച് പറഞ്ഞത്. എന്തൊക്കെയാണ് ഇത് പറയുന്നത്? അതൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്ത ഇന്റർവ്യൂ ആണിത്. ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്ത ഇന്റർവ്യൂ ആണ്. രേണുസുധി ആരാന്നറിയണമെങ്കിൽ രേണുസുധിക്ക് സഹായിച്ച ആൾക്കാരോട് ചോദിച്ചാൽ അത് രേണുസുധി ആരാണെന്ന് നല്ലതുപോലെ അവർ പറഞ്ഞു തരും. വീട് വയ്ക്കാൻ സ്ഥലം കൊടുത്ത അച്ഛൻ്റെ അടുത്ത് ചോദിക്കുക, അതുപോലെ വീട് വെച്ച് കൊടുത്ത KHDC ബ്രോസ്, അതുപോലെ പൈസ കടം കൊടുത്തിട്ടുള്ള വ്യക്തികൾ, പിന്നെ ഈ മുടി എക്സ്റ്റൻഷൻ ചെയ്ത വ്യക്തികൾ, ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രേണുസുധി ആരാണെന്ന് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരും. എന്നോട് ഒരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ ആരാണ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പം അത് നമ്മൾ അവരെ ആരോടും ചെന്ന് അവരുടെ മനസ്സിനെ ചെന്ന് നമുക്ക് അവർ ചെയ്യരുത് ഇങ്ങനെ പറയാൻ പറ്റും. പക്ഷെ എന്നോട് ഒരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ ആരാണ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ തന്നെ ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു രേണുസുധി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഇതല്ല ഞങ്ങളുടെ മനസ്സിൽ, വേറൊരാളായിരുന്നു. രേണുവിൻ്റെ അടുത്ത് 2 നേരം 2 വാക്ക് സംസാരിച്ചതല്ലേ, രേണു ആരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ, പറഞ്ഞിട്ടില്ലേ? അത്രേ ഉള്ളൂ. ഇതിപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇതെല്ലാം ഈ മീഡിയ എല്ലാം വേറെ ഒരാളെ കിട്ടുമ്പോൾ അങ്ങനെ പോവും. അങ്ങനെയാണ് അതൊരു. അതെ, കറക്റ്റ് കാര്യമാണ് പറയുന്നത്. രേണുസുധിയോട് ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ രേണുസുധി ആരാന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പം വീട് വെച്ച് കൊടുത്ത ഫിറോസിന് മനസ്സിലായിട്ടുണ്ട്, അതുപോലെ വസ്തു കൊടുത്ത അച്ഛന് മനസ്സിലായിട്ടുണ്ട്, റോമ ടീമിന് മനസ്സിലായിട്ടുണ്ട്, പിന്നെ മതിലേറ്റി കൊടുത്ത് മറുനാടനും കിട്ടിയിട്ടുണ്ട്. അപ്പം രേണുസുധി ആരാന്ന് അറിയണമെങ്കിൽ രേണുസുധിയുമായിട്ട് ഇടപഴകണം, എന്നാലേ പുള്ളിക്കാരിയുടെ കറക്റ്റായിട്ടുള്ള സ്വഭാവങ്ങൾ മനസ്സിലാവും. രേണുസുധിയായിട്ട് ആരൊക്കെ ഇടപഴകിയിട്ടുണ്ടോ അവർക്കെല്ലാം രേണുസുധി എന്താണെന്ന് നല്ലതുപോലെ വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിനും കിട്ടിയിട്ടുണ്ട്. ബിഗ് ബോസ് ടീം രേണുസുധി ഏറ്റെടുത്ത് ബിഗ് ബോസിൽ കൊണ്ടിട്ട് ഇനിയിപ്പോൾ ബിഗ് ബോസിനുള്ളതും രേണുസുധി കൊടുക്കും. എന്തായാലും കുറവൻ കൊല്ലത്ത് പോയ അവസ്ഥയാണ് ഇപ്പോൾ രേണുസുധിയുടെ അവസ്ഥ. എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സീ യു ഗൈസ്.